ആഷിക്കേ ചൂടല്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ചൂടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ വൈദ്യുതി മന്ത്രിയുടെ വക ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ലോഡ് ഷെഡിങ് വരാൻ പോവാണ്. അതങ്ങനെ ശരിയാവും. ആ ഇരണ്ടകാലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലേ പ്രകടന പത്രിക വരെ ഇറക്കിയത്. ഈ പിന്നെ തുടർച്ചയായിട്ട് 2 ദിവസങ്ങളായിട്ട് റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണെന്നാണ് പറയുന്നത്. അതെ, ഇപ്പോൾ ഈ ഒരു 6033 മെഗാവാട്ടായി കൂടി 2 വർഷത്തെ ഒരു ആവശ്യകത. ഈ പാലക്കാടും കൊല്ലത്തും ശക്തമായിട്ടുള്ള ചൂടാണെന്നാണ് പറയുന്നത്. അതിൽ തന്നെ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ്, കൊല്ലത്ത് 32 ഡിഗ്രി സെൽഷ്യസിലേക്ക് പകൽ ചൂടാണ്. ഒപ്പം വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡ്, അതായത് 117.15 ദശലക്ഷം യൂണിറ്റാണ് വൈദ്യുതി ആവശ്യകതയായിട്ടുള്ളത്. അതിൽ 6033 മെഗാവാട്ടായിട്ട് കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഈ താപനില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ലോഡ് ഷെഡിങ് വരും. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലോഡ് ഷെഡിങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല, സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങിക്കുമെന്നാണല്ലോ. പിന്നെന്താ പെട്ടെന്ന് ഒരു വൈദ്യുതി കേരള സംസ്ഥാനം മൊത്തത്തിൽ കടക്കണിയിലാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാം, ഖജനാവിൻ്റെ പ്രതിസന്ധികൾ അറിയാം. അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിൽ ഇനിയിപ്പോൾ വൈദ്യുതി പുറത്തുനിന്ന് എടുക്കുക എന്ന് പറയുന്ന ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് തന്നെ ഉൽപ്പാദനം ഉണ്ടല്ലോ. നമുക്ക് ഈ പറയുന്ന ഇടുക്കിയിലുണ്ട്, ഇടമലയാർക്കുടിയുണ്ട്. ഇതുപോലെ തന്നെ ഈ പറയുന്ന നമുക്കറിയാമല്ലോ സിയാലിൻ്റെ വക സോളാർ വൈദ്യുതി അത് സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ, അതായത് കറണ്ട് സിറ്റുവേഷനിലുള്ള ഹീറ്റ് ഭയങ്കരമായിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ പകൽ സമയത്തുള്ള വൈദ്യുതി ഉപയോഗം ഭയങ്കരമായി വർദ്ധിച്ചിട്ടുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി ഉപയോഗം കൂടുതലായിട്ട് വരുന്നത് നൈറ്റ് ടൈമാണ്. അപ്പോൾ അത് മുൻപ് വൈകുന്നേരങ്ങളിലായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്തും നമുക്ക് AC യോ ഫാനോ ഇല്ലാതെ കഴിയാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈ പവർ കട്ട് ഉണ്ടാവില്ല എന്നുള്ള, അതായത് ഒരു ദുരിതകാലം ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഉൽപ്പാദനം കൂട്ടാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്കുണ്ടെങ്കിലും ഉൽപ്പാദനം കൂടുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതായത് ഇപ്പോൾ UDF സർക്കാരിന് ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് ഈ പവർ കട്ട് ഏർപ്പെടുത്തിയതിലാണ്. ഇപ്പോൾ അതേ ഒരു അവസ്ഥയിലൂടെയാണ് ഇടത് സർക്കാരിൻ്റെ ആ ഒരു അവസാന പാദം കടന്നു പോകുന്നത്. ഇവരെ എങ്ങനെ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യും? പ്രതിസന്ധി തരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സർക്കാരിൻ്റെ മുന്നിൽ, അതിപ്പോൾ UDF ആയാലും ഈ പറയുന്ന LDF സർക്കാരാണെങ്കിലും അവരുടെ മുന്നിൽ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ടുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഒരു നിശ്ചിത ടൈം വെച്ചിട്ട് ഒരു ലോഡ് ഷെഡിങ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ടൈം, പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ലോഡ് ഷെഡിങ് വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഫാനോ AC യോ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം കേരളത്തിൻ്റെ പഴയ കാലാവസ്ഥയൊക്കെ മാറിപ്പോയിരിക്കുന്നു. മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ അവസാനത്തോടു കൂടി മെയ് ഒരു പകുതി വരേക്കും നീണ്ടു നിൽക്കുന്ന ഒരു ചൂട് കാലാവസ്ഥയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എങ്കിലും ഇന്നത്തെ അത്രയും പ്രശ്നങ്ങൾ, ഇന്നത്തെ ഈ പരിസ്ഥിതിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അത് പരിസ്ഥിതിയിലേക്ക് മനുഷ്യരുടെ കടന്നുകയറ്റം വളരെ വലിയ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. മരങ്ങൾ വെട്ടി ഒഴിവാക്കി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതത്, അതുപോലെ തന്നെ ഹൈവേ വികസനത്തിൻ്റെ പേര് വെട്ടി ഒഴിച്ചു കളഞ്ഞ മരങ്ങൾ, വനങ്ങൾക്ക് പോലും ഇപ്പം നമുക്കറിയാം വനങ്ങളിലൊക്കെ വനനശീകരണം അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ മഴയുടെ ലഭ്യത വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയാണ്. ഏറ്റവും കൂടുതൽ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഈ പറയുന്ന കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിലും മഴ കുറവാണ്. മഴ ഉണ്ട്, പക്ഷേ അതൊരു കുറച്ച് നേരം മാത്രം, അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു റെയിനി അവിടെ ഉണ്ടാവാറില്ല. ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിന്ന് പെയ്യുന്നു, തീർന്നു. അപ്പോൾ അത്ര ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈദ്യുതി ഉപയോഗത്തിനുള്ള വെള്ളം മൊത്തത്തിൽ സംരക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്, ശക്തമായ രീതിയിൽ തന്നെ താഴ്ന്നിട്ടുണ്ട്. പിന്നെ ഇടമലയാർക്കുടിയിൽ നിന്നാണെങ്കിലും ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ജലലഭ്യതയുടെ കുറവ് വരുമ്പോഴേക്കും വൈദ്യുതിയുടെ ഉപയോഗം കൂടുകയും ചെയ്യുന്നു, ജലലഭ്യത കുറയുന്നു. ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപ്പാദനം കുറയുകയാണ്. ഉൽപ്പാദനം കുറയുമ്പോഴേക്കും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമ്മുടെ മുന്നിലുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പിംഗ് ആണ്. അതൊരു ലിമിറ്റ് വെച്ചിട്ട് നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്. അപ്പം കേരള സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് വരുമ്പോഴെന്ന് പറഞ്ഞാൽ മുൻപ് നമുക്കറിയാം തിങ്കൾ മുതൽ വെള്ളി വരെ 6:30 മുതൽ 7 മണി വരെയാണെങ്കിൽ അടുത്ത തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി തൊട്ട് 7:30 വരെ, അങ്ങനെ ഒരു അരമണിക്കൂർ സമയം ലോഡ് ഷെഡിങ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ലോഡ് ഷെഡിങ് ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ബുദ്ധിപരമായി ലോഡ് ഷെഡിങ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പകൽ സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടസമയത്തോ 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു ഇലക്ട്രിക് ഫെയിലിയർ പോലെ തന്നെ ഇവരിത് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതൊരു അപ്രഖ്യാപിത
അതല്ല നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ചില കാര്യങ്ങൾ നമുക്കവിടെ നടക്കുന്നുണ്ട്, ചില സംഭവങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാകാത്ത രീതിയിൽ സംഭവങ്ങൾ നടക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലോഡ് ഷെഡിങ് കറക്റ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരുന്നത്. ഇപ്പോൾ ആ ഒരു കൺട്രോൾഡ് ലോഡ് ഷെഡിങ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കൺട്രോൾഡ് സ്റ്റോപ്പിംഗ് കൊണ്ട് കാര്യങ്ങൾ നിൽക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്. ഇവർ ഈ പറയുന്ന ലോഡ് ഷെഡിങ് എന്ന പേരിൽ തന്നെ അതാകുമ്പോഴേക്കും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ ഗ്യാപ്പിൽ ഇടാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഈ പകൽ സമയങ്ങളിൽ പോകുന്ന മൊത്തം ഏരിയകളിലും 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നേരത്തെ തന്നെ കറണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രായമായ അമ്മമാരെ പറയും ലോഡ് ഷെഡിങ് ഇല്ലാന്ന് പറഞ്ഞാൽ ലോഡ് ഷെഡിങ് തന്നെ കേട്ടോ ഇത്. അതൊരു അമ്മ ചിലപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചിലപ്പോൾ പറയുന്നത് കേൾക്കാം, സമയം എത്രയായി, 8:30, 9 മണിക്ക് പ്രതീക്ഷിച്ചാൽ മതി, ഷാർപ്പാണ് 9 മണിയാകുമ്പോഴേക്കും കറണ്ട് വരും. അപ്പോൾ ഒരു ഏരിയ വെച്ചിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ലോഡ്, അതായത് ഈ പറയുന്ന കറണ്ട് ഓഫ് ചെയ്ത് കൊടുത്ത് ഉൽപ്പാദനം കൺട്രോൾ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ സമയം ഇപ്പോൾ 10 മണി ആയതേ ഉള്ളൂ. നമുക്കിവിടെ ഇപ്പോൾ കറണ്ട് ഇല്ല. ഇന്നലത്തെ മഴയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതുണ്ടോ, ഭയങ്കരമായിട്ട് വേർത്തിട്ട് നമ്മൾ ഇരുന്ന് തള്ളുകയാണെന്ന് പറയുന്നവർക്ക് മുന്നിലേക്ക് ഇതാ വേർത്ത ശരീരവുമായിട്ടാണ് നമ്മൾ ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്താണെങ്കിലും ലോഡ് ഷെഡിങ്ങിന് ഞാൻ എതിരല്ല. അതായത് നമുക്ക് വൈദ്യുതി പൂർണ്ണമായും ഇല്ലാതാകുന്ന വെച്ച് നോക്കുമ്പോൾ നിശ്ചിതമായ ലോഡ് ഷെഡിങ് നല്ലതാണ്. പക്ഷേ അപ്പോഴും ആ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, UDF കാലത്ത് UDF സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ ഇരുണ്ട കാലമാണ്, നിങ്ങൾക്കിനി ഇരുണ്ട കാലം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഈ വൈദ്യുതി ഉപയോഗം കൂടുന്ന സമയത്ത് ആർക്കായാലും മനസ്സിലാവുന്ന കാര്യമാണ് വൈദ്യുതി ഉപയോഗം ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അതിലെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പം ഞാൻ ആഷിക്കിനെ നോക്കി കുറ്റം പറയാൻ എനിക്ക് എളുപ്പമാണ്. ആഷിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ കുറ്റമാണെന്ന് എനിക്ക് പറയാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ ആഷിക്ക് ഇരിക്കുന്ന പൊസിഷനിലേക്ക് ഞാൻ വന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയുന്ന പോലെ ഒരാളെ നോക്കി കുറ്റം പറയുന്നു, മറ്റൊരാൾ അയാൾ കയറി കഴിയുമ്പോഴേക്കും അതേ സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ ഇരുന്ന് മെഴുകുന്നു. സംഭവിച്ചെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറ്റം പറഞ്ഞ അധികാരത്തിൽ കയറി ഇരുണ്ട കാലഘട്ടം എന്ന് തോന്നി. ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നൊരു കാലഘട്ടങ്ങളെ അതിജീവിച്ച് വന്നവർ തന്നെയാണ് ഞാനും ആഷിക്കും അടക്കമുള്ള 90 കിഡ്സ്. നമ്മൾ 90 കിഡ്സ് ആണ്. ഇപ്പോഴത്തെ 2K കിഡ്സിനും ജെൻസിക്കും മാത്രം അറിയാത്തൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അരമണിക്കൂർ കറണ്ട് കട്ട് ഉണ്ടായിരുന്ന, മണ്ണെണ്ണവിളക്കിൻ്റെ പാട്ട വെളിച്ചത്തിൽ ഇരുന്നിരുന്ന ഒരു കാലഘട്ടം. പക്ഷെ മനോഹരമായൊരു കാലഘട്ടമായിരുന്നു അത്. പക്ഷേ ആ കാലഘട്ടങ്ങളൊക്കെ കടന്നു പോയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് അറിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരിതിനെ ഇതാക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലായി കറണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വൈദ്യുതി ഉപയോഗം കാര്യങ്ങളെല്ലാം ആ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. ഈ വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കറണ്ട് സിറ്റുവേഷൻ, ഇത്രയും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ചൂട് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ വൈദ്യുതിയുടെ ലഭ്യത കുറഞ്ഞു നിൽക്കുന്നു. വൈദ്യുതി ഉൽപ്പാദനം വളരെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഉൽപ്പാദനം അതായത് ഉപയോഗം കൂടുന്നതനുസരിച്ചിട്ട് ഉൽപ്പാദനം കുറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ലഭ്യതയില്ലാതായി പോകുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, ഈ ചെറിയ കുട്ടികളല്ല, ഒരു 18, 19, 20 വയസ്സുള്ളവർ റൂം വിട്ടിറങ്ങി പോകുമ്പോൾ ആളില്ലെങ്കിലും ഫാൻ ഓണാക്കിയിട്ട്, ആളില്ലെങ്കിലും AC ഓണാക്കിയിട്ട്, ആളില്ലാത്ത വീട്ടിൽ ലൈറ്റ് ഓണാക്കിയിട്ട്, ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറന്നും അടച്ചും, ഗ്യാസിൻ്റെ ഉപയോഗം കുറഞ്ഞപ്പോഴേക്കും വളരെ വലിയ രീതിയിൽ തന്നെ ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗം കൂട്ടി. അതുപോലെ തന്നെ കാണാൻ ആളില്ലെങ്കിലും ടെലിവിഷൻ വെച്ചിരിക്കുന്നു, കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉപയോഗം ഇല്ലെങ്കിലും ഓണാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും വൈദ്യുതി പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കേസാണ്. അതായത് മലയാളികൾക്ക് ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാവുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ ഉപയോഗം ആവശ്യത്തിന് മാത്രമായിട്ട് ചുരുക്കുക. അത് ഇപ്പം ഈ വൈദ്യുതിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ആവശ്യത്തിന് മാത്രമേ, ജലമാണെങ്കിലും വെള്ളമാണെങ്കിലും പാഴാക്കാതെ ആവശ്യത്തിന് നമുക്ക് കുളിക്കുവാനും കുടിക്കുവാനും ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണോ അത്രയും മാത്രം ശേഖരിക്കുക. അല്ലാതെ പാഴാക്കി ഈ ചുമ്മാ ടാപ്പ് തുറന്നിട്ട് വെള്ളം ഒഴുക്കി കളയുന്നതിനേക്കാൾ ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം എടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രമുള്ള വൈദ്യുതി ഉപയോഗിക്കുക. ഇന്ധനങ്ങളാണെങ്കിലും ഈ പറയുന്ന പെട്രോളാണെങ്കിലും പെട്രോളിൻ്റെ ഉപയോഗവും വളരെ വലിയ രീതിക്ക് വേനൽക്കാലത്ത് കൂടുതലാണ്. കാരണം വണ്ടിയുടെ ടാങ്കിനുള്ളിൽ ഈ വണ്ടി ചൂടാകുമ്പോൾ, ഈ വെയിലത്തിരുന്ന് ചൂടാകുമ്പോഴേക്കും ഇത് ആവിയായിട്ട് പോകുന്നൊരവസ്ഥ പെട്രോളിനുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി കൺട്രോൾ ചെയ്യുക, മിതത്വം പാലിക്കുക. ഒത്തൊരുമിച്ചിരുന്നെങ്കിൽ മാത്രമേ ഈ ഒരു അവസ്ഥയെ നമുക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നത് തീർച്ചയായ കാര്യമാണ്.